ഏതായാലും ഒരു കാര്യത്തിൽ നമ്മുടെ മന്ത്രി KN ബാലഗോപാലിനെ സമ്മതിക്കണം. പോക്കറ്റ് കാലിയാണെങ്കിലും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും എല്ലാവരെയും. ആ ഒരു കഴിവ് അദ്ദേഹത്തിന് മാത്രം സ്വന്തം. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിടുമ്പോഴും സാമ്പത്തികമായി ശ്വാസം മുട്ടുമ്പോഴും കേരളം വളർന്നു എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ ഈ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അതായത് ഈ പ്രഖ്യാപനം മാത്രം കൊടുക്കുന്നതിൽ ഉത്തരവാദിത്വമില്ലെന്ന്. ബാലഗോപാലിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത് പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉടൻ നടപ്പാക്കുമെന്നാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കും. DA DR കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യും. ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ നൽകും. രണ്ടാം ഗഡു മാർച്ച് മാസത്തിലെ ശമ്പളത്തിനോടൊപ്പം നൽകുമെന്നുമാണ് വാഗ്ദാനം. ഏപ്രിൽ 1 മുതലാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറക്കുമത്രേ. ജീവനക്കാരുടെ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ ഉറപ്പാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തിരിച്ചടിയാണ് 10 വർഷമായി നീട്ടിക്കൊണ്ടുപോയ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതാണ് ഉറപ്പായ പെൻഷൻ, അതായത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. കേന്ദ്ര മാതൃക മഹാരാഷ്ട്ര, ഹരിയാന, ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ നേരത്തെ നടപ്പാക്കിയിരുന്നു. കഴിഞ്ഞ മാസം തമിഴ്നാടും പദ്ധതിയിലേക്ക് മാറി. 2013 വരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു. ഇത് വൻ ബാധ്യതയാണെന്ന് കണ്ടാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ കുറഞ്ഞ തുക 5000 രൂപയും പരമാവധി തുക അവസാനത്തെ 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരി പകുതിയുമായിരുന്നു. പങ്കാളിത്ത പെൻഷനിൽ കുറഞ്ഞ പെൻഷൻ എന്നൊന്നില്ല. സർവീസ് അനുസരിച്ചാണ് പെൻഷൻ. 455 രൂപ മുതൽ പ്രതിമാസ പെൻഷൻ കിട്ടുന്നവർ വരെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 35-40 വയസ്സിലാണ് കൂടുതൽ പേരും സർവീസിൽ കയറുന്നത്. 15-20 വർഷമാകുമ്പോൾ പെൻഷനുമാകും. ഇതാണ് പങ്കാളിത്ത പെൻഷനോട് അതൃപ്തി ഉണ്ടാക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാതൃകയിൽ 5000 രൂപ കുറഞ്ഞ പെൻഷനും അവസാനത്തെ 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ 30 മുതൽ 40% വരെ പെൻഷൻ ഉറപ്പാക്കുന്നതുമാണ് പരിഗണിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. ഗ്രാറ്റുവിറ്റി പങ്കാളിത്ത പെൻഷനേക്കാൾ കുറവും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനേക്കാൾ കൂടുതലുമായിരിക്കും. നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് 17 ലക്ഷവും പങ്കാളിത്ത പെൻഷനിൽ 25 ലക്ഷവുമാണ് ഗ്രാറ്റുവിറ്റി. ഇതൊക്കെ വെറും പ്രഖ്യാപനമേ ഉള്ളോ അതോ നടപ്പാക്കുമോ എന്ന് കണ്ടറിയണം. നടപ്പാക്കാനാണെങ്കിൽ അടുത്ത സർക്കാരിന് തലവേദനയാകും. പ്രഖ്യാപിക്കുന്നതിന് ചിലവൊന്നുമില്ല, കൊടുക്കാനല്ലേ പാട്. ഏതായാലും പ്രഖ്യാപനം കൊള്ളാം, നടന്നാലും ഇല്ലെങ്കിലും ഇത്രയൊക്കെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ധാരാളം.